പഠന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് വലിയ സ്കൂളുകളിലൊക്കെ തന്നെ അത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കുറേയധികം കുട്ടികൾ. അതുപോലെ കുട്ടികൾക്കാണ് ഒബിസിറ്റി, പൊണ്ണത്തടി, അത് പോക്സോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾ, നല്ല പ്രശസ്ത, അതുപോലെ UDL, അതായത് ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അങ്ങനെയാണ് ഈ 5 ദിവസത്തെ നമ്മുടെ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള കുട്ടികളുടെ ഭാഗത്തും അധ്യാപകരുടെ ഭാഗത്തും മാതാപിതാക്കളുടെ ഭാഗത്തും വളരെ പ്രകടമായ വ്യത്യാസം അന്നും ഇന്നുമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ആദ്യം സ്കൂളിൽ കയറുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തില് നമ്മോട് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് കുട്ടികൾ അവരാ കെട്ടൊന്ന് പൊട്ടിച്ച് തള്ളു തള്ളിയതല്ലാതെ ഒരൊറ്റ വർക്ക് പോലും അവർ നോക്കിയില്ല. അവസാനം വർക്ക് ചെയ്യാത്തവനും വർക്ക് ചെയ്തവനും ഒരേ മാർക്ക് നോട്ടീസ് കൊണ്ട് പബ്ലിഷ് ചെയ്തു. അതോടുകൂടി പിള്ളേർ തീരുമാനിച്ചു ഒന്നും ചെയ്തില്ലെങ്കിലും ഫുൾ മാർക്ക് കിട്ടും എന്ന്. അതിൽ പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു കുട്ടി പോലും സത്യസന്ധമായിട്ട് വർക്ക് ചെയ്തൊരു C വർക്ക് ചെയ്ത് പറയേണ്ടത് പറയുന്ന ഒരു ബോധ്യം കിട്ടണം. പിന്നെ രാഷ്ട്രീയപരമായ തത്വം അനുസരിച്ചാണെങ്കിൽ പൗരബോധം ഉണ്ടാകുകയും അവകാശം